റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു വീട്, 1300 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അതുകൂടാതെ 63.5 സെൻറ്റ് പറമ്പ്. ഇതിനകത്ത് നമുക്ക് കിണർ വെള്ളം വരുന്നുണ്ട്. അതുപോലെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 63ഓളം റബ്ബറുകൾ വരുന്നുണ്ട്. മാവുകൾ, പ്ലാവുകൾ, അതുപോലെ തേക്ക് മരങ്ങൾ, ഊതിൻ്റെ എന്തോ 1-2 മരമൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അത് കൂടാതെ അത്യാവശ്യം ഔഷധ എന്ന് വെച്ചാൽ കറിവേപ്പ്, ചാമ്പങ്ങ, നാരങ്ങ അങ്ങനെയുള്ള ചെറു വൃക്ഷങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിൽ, പഴയന്നൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്ത്. വീടിന് ഒരു 20 വർഷത്തിനടുത്താണ് പഴക്കം. പക്ഷേ ആ പഴക്കം നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇത് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു 18ഓളം തെങ്ങുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. 18ഓളം നല്ല പോലെ കായ്ക്കുന്ന തെങ്ങുകൾ കണ്ടോ. മാവ്, പ്ലാവ് പറഞ്ഞ മാതിരി മറ്റു മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് റോഡ് ഫ്രണ്ടേജ് തന്നെ, പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം ഒരു 100 മീറ്ററിൽ കൂടുതൽ, ഒരു 100-150 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. നല്ലൊരു കരിങ്കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ളൊരു ഓപ്പൺ കിണർ. ഇപ്പോൾ വെള്ളം എടുക്കാതായിട്ട് ഈ ചപ്പ് ചവറുകളൊക്കെ വീണ് കിടന്നിട്ട് വെള്ളത്തിനൊരു മഞ്ഞ കളറാണ്, എന്ന് വെച്ചാൽ വെള്ളം എടുക്കണമെന്നില്ല. അപ്പോൾ കണ്ടോ, അതുപോലെ നല്ല വീതിയുള്ള റോഡ് സൗകര്യമുണ്ട്. അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ 3 വശവും റോഡാണ്. അപ്പോൾ നമുക്ക് ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനിയൊരു വീട് പണിയണമെങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലം മുറിച്ച് വിൽക്കുന്നതിനോ അങ്ങനെ എന്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലം. ഈ റബ്ബർ നിലവിൽ 2ാം വർഷമാണ് റബ്ബർ വെട്ട് തുടങ്ങിയിട്ട് 2 വർഷം ആയിട്ടുള്ളൂ. അത്യാവശ്യം ആദായങ്ങളൊക്കെയുള്ള ഒരു പറമ്പും അതുപോലെ ഒരു വീടും വാങ്ങിയാൽ നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. നിലവിൽ ഇതിൽ വാടകക്കാരുണ്ടായിരുന്നാണ്, അവർ ഒഴിവാക്കിയിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വാടകയ്ക്ക് കൊടുക്കുന്നില്ല. ആർക്കെങ്കിലും വിൽക്കാനായിട്ട് കൊടുക്കാം, കാരണം അവർക്ക് പ്രായമായി. അപ്പോൾ അതുകൊണ്ട് കൊടുത്തേക്കാന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നമ്മളത് പരസ്യത്തിലൂടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം കേട്ടോ. അതുകൊണ്ട് ഇത് വീടിൻ്റെ മുൻവശം ഇവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അതിൻ്റെ മുൻവശവും ടാർ റോഡ് സൈഡാണ്. അതിന് ചുറ്റും ഇതേപോലെ അതിര് ഭാഗങ്ങൾ മുഴുവൻ വീടിൻ്റെ കുറച്ച് ഭാഗം മതിൽ കെട്ടിയിരിക്കുന്നു. അത് കൂടാതെ മുഴുവൻ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുഭാഗവും കരിങ്കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വരി ഹോളോബ്രിക്സ് കട്ട കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഉറപ്പിച്ച ഈ കമ്പിവേലി പോസ്റ്റുകളിൽ കൂടെ ഫെൻസിങ് ചെയ്ത് അതിർത്തിയൊക്കെ ഭദ്രത വരുത്തിയിട്ടുണ്ട്. 63.5 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ് കേട്ടോ. അപ്പോൾ പഴയന്നൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ജസ്റ്റ് ഒരു 4 കിലോമീറ്റർ ദൂരവും, അതുപോലെ നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നുള്ള ദൂരം ബസ് റൂട്ടിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒരു 800 മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അതുപോലെ നമുക്ക് എല്ലാ മതസ്ഥരുടെ ആരാധനാലയങ്ങളും, അമ്പലങ്ങളായിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, ഇപ്പോൾ പഴയന്നൂർ ടൗണിലാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾ, സൗകര്യങ്ങൾ, എല്ലാ മതവിഭാഗക്കാരും ഉള്ള ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പശുക്കളെയൊക്കെ വളർത്തണമെങ്കിൽ ഒരു നല്ലൊരു തൊഴുത്തൊക്കെ പണിത് പശുക്കളെയൊക്കെ വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയയും കൂടിയാണ്. ഇവിടെ വെറും 4 സ്ഥലത്തിന്, 1 സെൻറ്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് വിലയുള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി വെറും 4 സ്ഥലമല്ല, നല്ല ഏകദേശം ആദായമുള്ള ഒരു പറമ്പ് കൂടെയാണ്. കിട്ടുന്നുണ്ട് 10-18 തെങ്ങും, മാവും, പ്ലാവും, കുരുമുളകും. അതുപോലെ നല്ല വീടാണ്, എന്ന് വെച്ചാൽ 20 വർഷത്തെ പഴക്കം എന്ന് പറയുകയാണെങ്കിലും അത് മുഴുവനും പുഴമണലും ഇഷ്ടിക കൊണ്ടും പണിതിട്ടുള്ള വീടിൻ്റെ മുകളിൽ ഷീറ്റ് കൊണ്ട് ഇതുണ്ട്. ഈ വണ്ണത്തിലുള്ള നല്ല തേക്കുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു വീട് നമുക്ക് പണിയാണെങ്കിൽ മര ഉരുപ്പടികളൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടില്ല. ഈ വണ്ണത്തിലുള്ള ഒരു 3-4 തേക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്, കാലിപ്പറമ്പല്ലാത്തത് കൊണ്ടും നിലവിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്ന വില ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, 65 ലക്ഷം രൂപ കേട്ടോ. അപ്പോൾ ഈ വീട് 4 ബെഡ്റൂമിൽ, അത് 4ഉം അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടെയാണ്. ഇത് കൂടാതെ കോമൺ ആയിട്ട് നമുക്ക് ബാത്റൂം സൗകര്യം വരുന്നുണ്ട് കേട്ടോ. മാവൊക്കെ നല്ലതുപോലെ കായ്ച്ചു നിൽക്കുന്നു. അടുത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ, എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യത്തോടു കൂടെ. വീട് മുകളിൽ നമുക്ക് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലമൊക്കെ കാവിയാണ്. അതിൽ മുകളിൽ ആ സ്റ്റെയർ പുറത്തുകൂടെയാണ്. അവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു ഹാള്, ബാൽക്കണി, അതിൻ്റെ മുന്നിലും പുറകിലൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. മുകളിൽ തന്നെ ഓപ്പൺ ടെറസായി കിടക്കുന്ന ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലെ ബാൽക്കണി ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വീടിൻ്റെ ചുമര് ഭാഗങ്ങളിലേക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഒരു പൊട്ടലോ വിള്ളലോ ചിന്നലോ കാര്യങ്ങളോ കാണാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നത്തെ ഒരു പുഴമണലിൻ്റെയും ഇഷ്ടികയുടെയും പണിയുടെയും ഗുണമാണ്.
എവിടെ സീലിംഗ് ഭാഗങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗത്ത് പൊള്ളപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു വീടാണ്. അതൊക്കെ വന്ന് നിങ്ങൾക്ക് നേരിൽ കാണുമ്പോൾ ബോധ്യമാവാം. അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ കൂടെ പറയുന്നു, 65 ലക്ഷം രൂപ. 4 ബെഡ്റൂമിൻ്റെ 4 അറ്റാച്ച്ഡ് സൗകര്യം. അത് കൂടാതെ നമുക്ക് അടുക്കള, ഒരു ലിവിങ് വിത്ത് ഡൈനിങ് സെപ്പറേറ്റ് ആണ്, ലിവിങ് റൂമുണ്ട്. അതൊക്കെ നല്ല വലിയ വലിയ റൂമുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് നേരിൽ വലിയ കാണുന്നത്. അടുക്കളയാണ് ഈ ഭാഗം കാണുന്നത് കേട്ടോ. അപ്പോൾ വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ഇതൊരു ബാത്റൂമും അപ്പുറത്ത് ടോയ്ലറ്റും അങ്ങനെയുള്ള സൗകര്യമാണ് നമുക്ക് പുറത്ത് കോമൺ ആയിട്ട് വീടിനോട് ചേർന്ന് തന്നെയായിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാണ്ട്. റൂമുകളിലൊക്കെ AC കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പഴയ കാലത്തുള്ള AC-യൊക്കെയാണ്. അപ്പോൾ ഈ വീട് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഒരു 20 വർഷത്തേക്ക് ഈ വീടിനൊരു അനക്കം പറ്റില്ല. അത് 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം ഞാൻ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലത്തെ വീടും പ്രോപ്പർട്ടിയും ചുറ്റുപാടത്തിൽ സ്ഥലമൊക്കെ ആയിട്ട് അന്വേഷിച്ച് നടക്കുന്നവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അവിടെയാണ് ഗേറ്റ് വരുന്നത്. നമുക്ക് വണ്ടികളൊക്കെ മുറ്റത്തൊക്കെ ഒരു 2-3-4 വണ്ടികളും വന്നാൽ നിർത്താനുള്ള നല്ല സൗകര്യമൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീടും പറമ്പും. 63.5 സെൻറ്റ് പറമ്പ്. ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ ടാർ റോഡ് ഫേസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വേണമെങ്കിൽ വീട് പണിയാൻ ഇപ്പോൾ ആ ഭാഗം വേണമെങ്കിൽ മുറിച്ച് വെക്കണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ ചെറിയ രീതിക്കൊരു എന്തെങ്കിലും ചെറിയ മാനുഫാക്ചറിങ് ആയിട്ടുള്ളൊരു യൂണിറ്റൊക്കെ തുടങ്ങാനുള്ള ചെറിയൊരു കമ്പനി പോലത്തെ തുടങ്ങണമെങ്കിലൊക്കെ അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല റബ്ബറുകളൊക്കെ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടും പറമ്പുമാണ്. ഇപ്പോൾ അവർക്കൊക്കെ പ്രായമായതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ്, പട്ടിക്കൂടാണ് ഈ കാണുന്നത്, പ്രായമായതിൻ്റെ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്, പ്രായമായ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീടൊക്കെ വന്ന് നിങ്ങൾക്ക് നേരെ നല്ല രീതിക്ക് തന്നെ നല്ലൊരാളെ കൊണ്ടൊക്കെ വേണമെങ്കിൽ വന്ന് നോക്കിക്കാം. കാരണം നല്ല വീടാണ്. വീടിൻ്റെ ഭാഗങ്ങളൊന്നും പൊട്ടലും പൊളിയും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പോലും അവർ വീടിന് വലിയ വിലയൊന്നും പറഞ്ഞില്ല. ഒരു സെൻറ്റ് സ്ഥലത്തിനുള്ള 63.5 സെൻറ്റ് സ്ഥലത്തിനുള്ള വില 65 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുറമേ ആണ് നമുക്ക് സ്റ്റെയർ വന്നിരിക്കുന്നത്. അവിടെയും മഴ കൊള്ളാത്ത രീതിയിൽ, സ്റ്റെയറിലൊന്നും മഴ തട്ടാത്ത രീതിയിൽ അവിടെയൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഹാള്, അതിനോട് ചേർന്നൊരു ബെഡ്റൂം, അതിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണേ. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് താല്പര്യമുള്ളവർ വിളിക്കരുത്, മുഴുവൻ ഭാഗങ്ങളും കാണുക. ഇന്നലെ 2 പ്രാവശ്യം കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടും. കണ്ടതിന് ശേഷം ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ഉടമസ്ഥനെയും വരാൻ പറയാം. വരുന്നെങ്കിൽ വീട് കാണാൻ വരുന്നവർ തലേ ദിവസം വിളിച്ചു പറയണം. കാരണം ഇതിൽ താമസമില്ല, അവരിച്ചിരി ദൂരെയാണ്. അപ്പോൾ അവർ വരണമെങ്കിൽ ഒന്ന് തലേ ദിവസം വിളിച്ചു പറഞ്ഞൊരു സമയം പറഞ്ഞാലേ അവർ വന്ന് നമുക്കിത് തുറന്ന് കാണിച്ചു തരുള്ളൂ. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ നിന്നും ഈ കോമ്പൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ഒന്നും വെള്ളം കയറാത്തൊരു ഭാഗം കൂടെയാണ്. ഫ്ലഡ് എഫക്റ്റഡ് അല്ലാത്ത ഒരു നല്ലൊരു ഗ്രാമീണ മേഖല, അതുപോലെ വരൾച്ചാ ഭീഷണി അല്ലാത്തൊരു ഏരിയയും കൂടെയാണ്. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലെ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 700-800 മീറ്റർ ദൂരം മാത്രം എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും വിൽക്കുവാനുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലായിട്ട് എവിടെയാണെങ്കിലും ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് പരസ്യം ചെയ്ത് ആവശ്യക്കാരിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം താല്പര്യമെങ്കിൽ വിളിക്കുക.